ഹലോ എവ്രി വൺ, ക്ലാസ്സിൻ്റെ നോട്ട്സിനായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നോട്ട്സ് ഗ്രൂപ്പിലുണ്ടാവും. സോ നമ്മൾ ആക്ച്വലി ഇതിനു മുൻപ് 2 ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബേസിക്സ് ആയിരുന്നു അത്. എന്താണ് GDP, GNP, നാഷണൽ ഇൻകം, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കോണമി ആൻഡ് ഇക്കണോമിക്സ്, പിന്നെ മൈക്രോ മാക്രോ, പിന്നെ ബിഹേവിയറൽ ഇക്കണോമിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് GDP കാൽക്കുലേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് GDP കാൽക്കുലേഷൻ. സോ എന്താണ് GDP എന്നൊന്ന് ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുമാണ് GDP എന്ന് വെച്ചാൽ. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും. ഗുഡ്സിൽ എന്തൊക്കെ വരും? കാർസ് വരും, മൊബൈൽ ഫോൺസ് വരും, ഫുഡ്, ക്ലോത്ത്സ്, ഇതൊക്കെ അതിൽ വരും. ഇനി സർവീസ് ലിസ്റ്റിൽ എന്തൊക്കെ വരും? സർവീസ് ലിസ്റ്റിൽ ടീച്ചിങ്, പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിൽ പെടും, ട്രാൻസ്പോർട്ട്, ഇങ്ങനെയുള്ളതൊക്കെയാണ് സർവീസിൽ വരിക. അപ്പോൾ ഇത് മൊത്തമാണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ബാറ്റ് മാനുഫാക്ചർ എന്ന ഫാക്ടറി ഉണ്ട്. നമുക്ക് ഗുഡ്സിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ബാറ്റ് മാനുഫാക്ചർ എന്ന ഫാക്ടറി ഉണ്ട്. GDPയുടെ ഫോർമുല സിമ്പിളാണ്, ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. ആ ഒരു വർഷത്തിൽ, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയും, ഒരു വർഷം എന്ന് പറയാം, ആ ഒരു വർഷത്തിൽ എത്ര ബാറ്റ് പ്രൊഡ്യൂസ് ചെയ്തു? 100 ബാറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഒരു ബാറ്റിൻ്റെ പ്രൈസ് 1000 റുപ്പീസ് ആണെന്ന് വിചാരിച്ചാൽ 1 lakh അവിടെ നിന്ന് GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത വാല്യൂ. ക്ലിയർ ആണല്ലോ ഗുഡ്സിൻ്റെ കേസിൽ? ഓക്കെ. ഇനി സർവീസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, IAS അക്കാഡമി ഉണ്ട്. അവർ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. കുട്ടികൾ എത്ര ഉണ്ട്? ഓൾമോസ്റ്റ് ഒരു 100 സ്റ്റുഡൻസ് ഉണ്ട്. പ്രൈസ് ഒരു 1 lakh ഫീ വെച്ച് പേ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. 1 CR ഏകദേശം GDPയിലേക്ക് പോവും. ഇത് ആക്ച്വലി GDP കൗണ്ട് ചെയ്യാനായിട്ട് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലാണ് ആക്ച്വലി ഇത് പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പറഞ്ഞതേ. ചില പ്രൊഡക്റ്റൊക്കെ കൗണ്ട് ചെയ്യാനായിട്ട് പല പല മെത്തഡ്സും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ റഫ്ലി ഒന്ന് ഷോർട്ടായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഓൾമോസ്റ്റ് കുഞ്ഞു കുഞ്ഞു കാര്യത്തിൻ്റെയൊക്കെ GDP കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെയും കുറച്ച് ഡബിൾ കൗണ്ടിങ് നമ്മൾ മുമ്പോട്ടേക്ക് സംസാരിക്കാൻ പോകുക. ചില പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആണെങ്കിലും നോർമലി മോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റും അല്ലെങ്കിൽ സർവീസസും ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. സിംപ്ലി ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. അപ്പോൾ GDP മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ബൗണ്ടറി ഓഫ് ദി കൺട്രി ഇൻ 1 ഫിനാൻഷ്യൽ ഇയർ. ക്ലിയർ ആണല്ലോ? അതിൽ ഡൗട്ട്സ് ഇല്ലാന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ടോട്ടൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് എ കൺട്രി ഇൻ 1 year എന്ന് പറയാം. സോ ആക്ച്വലി സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലെക്സ്. ആൻഡ് നെക്സ്റ്റ്, gross domestic product is defined as the current value of all final goods and services produced in a nation in a year. In a year എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ, April 1, 2025 to March 31, 2026. ഇതാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദെൻ ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. ഈ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതിന് മുൻപേ ഗുഡ്സിൻ്റെ എക്സാമ്പിളും സർവീസിൻ്റെ എക്സാമ്പിളും ക്ലിയർ ആണല്ലോ? പെർഫെക്റ്റ്. എന്താണ് പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്? ഇമാജിൻ ഒരു ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി. ഓക്കെ, അവിടെ ഒരു 1000 ടയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിച്ചോ. ഇവിടെ ആക്ച്വലി ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്നൊരു ഫാക്ടറി. ഓക്കെ, അപ്പോൾ അവിടെ നിന്നൊരു 1000 ടയേഴ്സ് ഇവിടേക്ക് കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നു വിചാരിച്ചു. 1000 വേണ്ട, ഒരു 100 കൊണ്ടുവന്നു വിചാരിച്ചോ. ഓക്കെ, ഇവിടെ ടയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ എവിടെ കയറി? GDP കയറി. ഇവിടുന്ന് ഫൈനൽ കാറിൻ്റെ പ്രൈസ് 10 lakh ആണെന്ന് വെച്ചാൽ 10 lakh എഞ്ചിൻ, ടയേഴ്സ്, ട്യൂബ്, അലോയ് വീൽസ്, എവറിത്തിങ് ഇൻക്ലൂഡ് ആയിരിക്കുമല്ലോ. ഈ 10 lakhും GDPയിലേക്ക് കയറി. സോ ബേസിക്കലി ടയറിൻ്റെ വാല്യൂ 2 times കയറി. ടയർ മാനുഫാക്ചർ ചെയ്തപ്പോഴും കയറി, കാറിൻ്റെ ഒന്നിച്ചും കയറി. ഇതാണ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇക്കോണമി വലുതാവും, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല, ഇതാണ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. അപ്പോൾ ഇത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഓഫ് ഓൾ GDP കൗണ്ട് ഈസ് എ വെരി കോംപ്ലക്സ് പ്രോസസ്സ്. അത് നിങ്ങൾക്ക് പഠിക്കാനുമില്ല, കോൺസെപ്റ്റ് മാത്രം നോക്കിയാൽ മതി. ഈ ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ നിന്ന് ഒരു 1000 ടയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ അതിലൊരു 100 ടയേഴ്സ് എവിടത്തേക്ക് പോയി? ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് പോയി എന്ന് വിചാരിച്ചോ. ബാക്കിയുള്ള 900 ടയേഴ്സ് ഉണ്ടല്ലോ, ഇതിവർ ആ ഒരു ടയറിൻ്റെ ഷോപ്പിൽ പോയിട്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ കാർ എടുത്ത് പോയി, ഞാൻ അവിടെ ടയേഴ്സ് ചേഞ്ച് ചെയ്ത് 4 ടയേഴ്സ് ചേഞ്ച് ചെയ്ത് വന്നു എന്ന് വിചാരിച്ചോ. സോ ഞാൻ ചേഞ്ച് ചെയ്ത് വന്നു എന്നാണെങ്കിൽ ഈ 900 ടയേഴ്സ് ഇങ്ങനെ ആൾക്കാർ പോയിട്ട് അവരുടെ ഓൾറെഡി യൂസ് ചെയ്യുന്ന വണ്ടിയിൽ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടെന്നാണെങ്കിൽ അതിനെന്ത് ചെയ്യും? ബില്ല് കൊടുക്കും. ഇത് GDP കയറും. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ വണ്ടിയുടെ ടയർ ലാസ്റ്റ് ടൈം ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ബില്ല് കിട്ടിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ടയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ ബില്ല് കിട്ടും, അതെന്താവും? GDP കയറും. ഓക്കെ, ഒരു 100 ടയേഴ്സ് എവിടെ കൊണ്ടുപോയി? കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി. ഇത് GDPയിലേക്ക് ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിക്ക് അകത്തുനിന്ന് കയറില്ല. ആ ഫൈനൽ പ്രൈസ്, കാറിൻ്റെ ഫൈനൽ പ്രൈസ് ആയിട്ട് 10 lakh മാത്രമേ
കയറുള്ളൂ. അതിൽ ഈ ടയർ അടക്കം ഇൻക്ലൂഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ബേസിക്കലി ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ നിന്ന് 100 ടയേഴ്സ് 1000 പ്രൊഡ്യൂസ് ചെയ്തതിൽ 100 ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള 900 അവിടത്തേക്ക് ഓൾറെഡി യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് പോയി റീചേഞ്ച് ചെയ്തെന്നാണെങ്കിൽ അത് മാത്രമേ ബില്ലോട് കൂടി GDP കയറുള്ളൂ. ഇത് GDP കയറില്ല. ഇത് ആ ഫൈനൽ കാറിൻ്റെ പ്രൈസിലായിരിക്കും കയറുക. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ സംഭവം. സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഹു കാൽക്കുലേറ്റ് GDP ബേസിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസാണ്. നമുക്ക് അവർ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറയാം. അവർ ഈ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് തടയാനായിട്ട് ആ ഫൈനൽ പ്രൈസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇമാജിൻ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ഗവൺമെൻറ് ഫസ്റ്റ് കൗണ്ടഡ് ദ വാല്യൂ ഓഫ് ടയേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ടയർ മാനുഫാക്ചർ ആൻഡ് ദെൻ കൗണ്ടഡ് ദ വാല്യൂ ഓഫ് എ ന്യൂ കാർ സോൾഡ് ബൈ an automaker that contain those tires. 2 പ്രാവശ്യം ടയേഴ്സിൻ്റെ വാല്യൂ കൗണ്ട് ചെയ്യുമ്പോൾ ഡബിൾ കൗണ്ടിങ് ആവുന്നു. ദ വാല്യൂ ഓഫ് ടയേഴ്സ് വുഡ് ഹാവ് ബീൻ കൗണ്ടഡ് ട്വൈസ്. 2 പ്രാവശ്യം കൗണ്ട് ആവുന്നു. ബിക്കോസ് ദ പ്രൈസ് ഓഫ് കാറിലും അത് ഇൻക്ലൂഡ് ആയിരിക്കും. ടു അവോയ്ഡ് ദിസ് പ്രോബ്ലം വിച്ച് വുഡ് ഓവർ എസ്റ്റിമേറ്റ് ദ സൈസ് ഓഫ് ഇക്കോണമി. ഇങ്ങനെ ചെയ്ത് എക്കോണമി വലുതായിട്ട് കാണും, പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ഇല്ല. ദ ഗവൺമെൻറ് കൗണ്ട്സ് ജസ്റ്റ് ദ വാല്യൂ ഓഫ് final goods and services in the chain of production that are sold to the final customer. ഫൈനൽ കസ്റ്റമറിന് കൊടുത്ത ആ ഒരു ഫൈനൽ ഗുഡ്സിൻ്റെ പ്രൈസ് മാത്രമേ എന്തിൽ കയറുള്ളൂ? GDPയിൽ കയറുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ആക്ച്വലി നോക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് ഡെപ്രിസിയേഷൻ. ഇത് ബുക്സിൽ വായിക്കുമ്പോൾ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു പാർട്ടായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ബേസിക്കലി എന്താണ് ഡെപ്രിസിയേഷൻ? ഞാൻ വളരെ ക്വിക്കായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഡെപ്രിസിയേഷൻ എന്താണെന്നുള്ളത്. ഇത് SSC UPSC എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ ഡെപ്രിസിയേഷൻ എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ജസ്റ്റ് എ സെക്കൻഡ് ഞാനിതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ബൈക്ക് വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ. ഓക്കെ, ബൈക്ക് വാങ്ങിച്ചു. ബൈക്കിൻ്റെ പ്രൈസ് 1 lakh ആയിരുന്നു. ഓക്കെ, 1 lakhൻ്റെ ഒരു ഹീറോയുടെ ഒരു ബൈക്ക് നിങ്ങൾ വാങ്ങിച്ചു. ആഫ്റ്റർ 1 year ആ ബൈക്കിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 85,000 ആയിട്ട് കുറയും. നിങ്ങളൊരു ബൈക്ക് വാങ്ങി 1 year യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളത് ഇമാജിൻ, നിങ്ങളൊരു ബൈക്ക് 1 lakh കൊടുത്ത് വാങ്ങിച്ചു. നിങ്ങളൊരു വർഷം യൂസ് ചെയ്ത് നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയ 1 lakh തന്നെ കിട്ടുമോ? ഇല്ല, കിട്ടില്ല. കാരണം എന്താ? കാരണം ആ 1 lakh കൊടുത്ത് ബൈക്ക് വാങ്ങി 1 year നിങ്ങൾ ഓടിച്ചപ്പോൾ അതിൻ്റെ ടയേഴ്സ് കുറഞ്ഞു. ഇൻ ദ സെൻസ് ടയേഴ്സിൻ്റെ ഗ്രിപ്പൊക്കെ പോയി. പിന്നെ അതിൻ്റെ കുറച്ച് സൗണ്ടൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ പഴയ രീതിയിലുള്ള ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. ഓവർ ടൈം യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എഞ്ചിനാണെങ്കിലും പല കുഞ്ഞു ഇഷ്യൂസ് വരാൻ വേണ്ടി തുടങ്ങും. പഴയ ആ സൗണ്ട് ഉണ്ടാവില്ല, പഴയ ബ്രേക്കിംഗ് ഉണ്ടാവില്ല, പഴയ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ. അപ്പോൾ അതിൻ്റെ വാല്യൂ 85,000 ആയിട്ട് കുറയും. ഇനി ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു 15,000 rupees കുറഞ്ഞു. നിങ്ങൾ വാങ്ങിയ ആ ഒരു എമൗണ്ടിൽ നിന്ന് 15,000 rupees കുറഞ്ഞു. ഇത് നിങ്ങൾക്ക് സംഭവിച്ചൊരു ലോസ് ആണ്. കറക്റ്റ്? ഡെപ്രിസിയേഷൻ വെച്ചാൽ ദ വാല്യൂ ലോസ്റ്റ് ബിക്കോസ് സംതിങ് വാസ് യൂസ്ഡ് ഫോർ 1 year അല്ലെങ്കിൽ അത് കൂടുതൽ വർഷങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് വാല്യൂ കുറയുന്നതിനാണ് ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡെപ്രിസിയേഷൻ മീൻസ് വാല്യൂ കുറയുന്നതിനാണ് ഡെപ്രിസിയേഷൻ. വെരി സിമ്പിൾ വേർഡ്സിൽ പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റിൻ്റെ വാല്യൂ റിഡ്യൂസ് ആവാൻ. ഞാനൊരു ബൈക്കിൻ്റെ എക്സാമ്പിൾ അല്ലേ പറഞ്ഞത്. സോ ബേസിക്കലി ബൈക്കിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടല്ല ഇതിന് ശരിക്കും പറയേണ്ടത്. പക്ഷേ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞതാണ്. മെഷീനറീസിനെയാണ് ശരിക്കും എക്സാമ്പിളായിട്ട് പറയേണ്ടത്. ഇമാജിൻ നിങ്ങളിപ്പോൾ ഒരു മെഷീൻ വാങ്ങിച്ചു. ആ ഒരു മെഷീൻ എന്തെങ്കിലും ഒരു പർപ്പസിന് വാങ്ങിച്ചു എന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഓൺട്രപ്രനർ ആണ്. അപ്പോൾ നിങ്ങൾ പൊറോട്ട ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പൊറോട്ട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്നൊരു മെഷീൻ ആക്ച്വലി ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ ആദ്യം വാങ്ങിച്ച സമയത്ത് അതിന് 1 lakh ആണെന്ന് വിചാരിച്ചു. 1 year കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഒരു 90,000 ആയിട്ട് കുറയും. 10,000 കുറയും. കാരണം 1 year യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് ആ പഴയ രീതിയിലുള്ളൊരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. കുറച്ച് സൗണ്ടൊക്കെ വരാൻ വേണ്ടി തുടങ്ങും. പിന്നെ അത്ര ക്ലീൻ ആയിരിക്കില്ല. കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ടാവും. സോ ഒരു 10,000 കുറയും. ഈ കുറഞ്ഞ 10,000 നമ്മൾ എന്ത് പറയുന്നത്? വാല്യൂ റിഡക്ഷനാണ് നമ്മൾ ഡെപ്രിസിയേഷൻ എന്ന് ബേസിക്കലി പറയുന്നത്. യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഒരു കുഞ്ഞു ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ആ പഴയ തിളക്കം ഉണ്ടാവില്ലല്ലോ, അപ്പോഴും കുറയും പൈസ. ആ കുറയുന്ന വാല്യൂ റിഡക്ഷനാണ് ബേസിക്കലി ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്ന് റിവൈസ് ചെയ്തിട്ട് താഴോട്ടേക്ക് പോയാൽ പോരെ. GDP എന്ന് വെച്ചൊരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും ക്വാണ്ടിറ്റിയും മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. 100 ക്വാണ്ടിറ്റി 1000 ആണ് പ്രൈസ് എന്നാണെങ്കിൽ മൊത്തം 1 lakh ആണ് ബാറ്റർ മാനുഫാക്ചർ എന്ന ഫാക്ടറിയിൽ നിന്ന് GDPയിലേക്ക് കയറുക. ആൻഡ് പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് എന്ന് വെച്ചാൽ ഒരു ടയർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ 1000 ടയേഴ്സ് മാനുഫാക്ചർ ചെയ്തെന്ന് വിചാരിച്ചോ. അത് അങ്ങനെ തന്നെ GDP കയറിയെന്ന് വിചാരിച്ചോ. അവിടെ നിന്ന് ഒരു 100 ടയേഴ്സ് കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ പോയെന്ന് വിചാരിച്ചോ. കാറിൻ്റെ ഫൈനൽ പ്രൈസ് 10 lakh. ഇതിലും ടയേഴ്സ്
ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്താ ഡബിൾ കൗണ്ടിങ്, ടയേഴ്സ് ഡബിൾ ടൈം കൗണ്ട് ആവുന്നുണ്ട്. ഈ പ്രശ്നം മറികടക്കാനായിട്ട് ഫൈനൽ വാല്യൂ മാത്രമേ ജി ഡി പിയിൽ കൗണ്ട് ആവുള്ളൂ. ടയർ മാനുഫാക്ചർ എന്ന ഫാക്ടറിയിൽ നിന്ന് 1000 ടയേഴ്സ് നിർമ്മിച്ചെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് 100 എന്ത് ചെയ്തു, കാർ മാനുഫാക്ചർ എന്ന ഫാക്ടറിയിലേക്ക് പോയി. ബാക്കിയുള്ള 900 ആൾക്കാർ വന്ന് ടയേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് പോയി ഓൾറെഡി യൂസ് ചെയ്യുന്ന വെഹിക്കിളിൽ. ഈ 900 ബില്ല് കൊടുക്കും, ഇത് ജി ഡി പി കയറും. ഈ 100 കാറിൻ്റെ ഫൈനൽ വാല്യൂ ആയിട്ടുള്ള 10 ലാഖിലും ആയിരിക്കും ഇൻക്ലൂഡ് ആയിട്ട് ഉണ്ടാവുക. സോ ഫൈനൽ വാല്യൂ ആണ് ഇൻക്ലൂഡ് ആയിട്ട് ഉണ്ടാവുക. ഇനി തൊട്ടപ്പുറത്ത് നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ സഹിതം പറഞ്ഞൊരു കാര്യമാണ് ഡെപ്രിസിയേഷൻ. ഡെപ്രിസിയേഷൻ വെച്ചാൽ വാല്യൂ റെഡ്യൂസ് ആവുക. ഡെപ്രിസിയേഷൻ മീൻസ് ദ വാല്യൂ ലോസ് ബിക്കോസ് സംതിങ് വാസ് യൂസ്ഡ് ഫോർ 1 year. നോ, അറ്റ്ലീസ്റ്റ് 1 year യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ പഴയ തിളക്കം ഉണ്ടാവില്ല, അപ്പോഴും അതിന് പൈസ കുറയും. ഒന്നും വേണ്ട, ലൈക്ക് ഞാനൊരു ബൈക്കിൻ്റെ എക്സാമ്പിൾ, മെഷീൻ്റെ എക്സാമ്പിൾ ഒന്നും പറയുന്നില്ല. നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു 1 lakh കൊടുത്തിട്ട് ഒരു 1 month യൂസ് ചെയ്ത് നിങ്ങളത് തിരിച്ചു കൊടുത്താൽ പോലും നിങ്ങൾക്ക് 1 lakhന് വാങ്ങിയത് 1 lakh തിരിച്ച് കിട്ടുമോ? ഇല്ല, ഒരു 95,000 ഒക്കെ കിട്ടുള്ളൂ. ഒരു 5 to 10,000 rupees കുറയും വൺ മന്ത് യൂസ് ചെയ്താൽ പോലും. അതിപ്പോൾ ലാപ്ടോപ്പിന് ഒരു പ്രശ്നമില്ലെങ്കിലും പഴയത് തന്നെയാണ്, യൂസ്ഡ് തന്നെയാണ്, സെക്കൻഡ് ഹാൻഡ് തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഒരു കാർ വാങ്ങിച്ചെന്ന് വിചാരിച്ചോ, ഒരു മെർസിഡസിൻ്റെ ബെൻസിൻ്റെ വാങ്ങിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് 1 month യൂസ് ചെയ്തിട്ട് വാങ്ങിയ സെയിം ഷോറൂം കണ്ടീഷൻ കിളിക്കുഞ്ഞ് വണ്ടി, നമ്മുടെ ലൈക്ക് ബ്രോക്കേഴ്സൊക്കെ പറയുന്നത് കേട്ട കിളിക്കുഞ്ഞ് വണ്ടി. ഒരു 1 month പോട്ടെ 10 ദിവസം യൂസ് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചോ. എന്നാൽ പോലും ഞാനിപ്പോൾ 1 കോടി കൊടുത്ത് വാങ്ങി എനിക്കതിന് 95-96 lakh തിരിച്ചു കിട്ടുള്ളൂ. ഒരു 4-5 ലക്ഷം രൂപ എന്തായാലും അതിൽ നിന്ന് കുറയും. കാരണം യൂസ്ഡ് വെഹിക്കിൾ തന്നെയാണ്, സെക്കൻഡ് ഹാൻഡ് തന്നെയാണ്. എത്ര അത് വെളുപ്പിച്ചാലും അത് ആ ഒരു പഴയതാവില്ല, ആ ഒരു പേര് അറ്റ്ലീസ്റ്റ്. അപ്പോൾ ആ ഒരു വാല്യൂ ലോസിനാണ് നമ്മൾ ഡെപ്രിസിയേഷൻ ബേസിക്കലി പറയുന്നത്. ഓക്കെ, ഓവർ ടൈം പ്രൈസ് എന്തായാലും റെഡ്യൂസ് ആവും, അതിനാണ് ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഡെപ്രിസിയേഷൻ ഇസ് എ ലോസ് ഇൻ വാല്യൂ ഓഫ് എൻ ഐറ്റം ബിക്കോസ് ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷം. ഇറ്റ് റെപ്രസെൻറ്റ് ദ ലോസ് ഇൻ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് അസെറ്റ്സ്. ആ ഒരു അസെറ്റിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് പോവുക. അതിപ്പോൾ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരു റെസ്റ്റോറൻറ്റിലെന്ന് വിചാരിച്ചു, അതിൻ്റെയും വാല്യൂ കുറഞ്ഞു പോകുമല്ലോ. ഗ്രോസ് വാല്യൂ റെപ്രസെൻറ്റ് ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് എൻ അസെറ്റ് ബിഫോർ അക്കൗണ്ടിങ് ഫോർ എനി ഡെപ്രിസിയേഷൻ. ദ ഗ്രോസ് ഇൻ GDP മീൻസ് ഡെപ്രിസിയേഷൻ ഓഫ് ഓൾ those machines which were produced earlier but consumed in the current year also. Net value is the value of an asset after accounting for depreciation. It represents the current value of the asset. If in GDP depreciation is deducted, then it is known as the net domestic product. ഇവിടെ എന്താണെന്ന് പറയുന്നത്, ഞാൻ ഒരു കുഞ്ഞ് ഇക്വേഷൻ ഇതൊന്ന് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് അവസാനത്തെ ഒരു വേർഡ് എടുക്കുക. നെറ്റ് വാല്യൂ ഇസ് ദ വാല്യൂ ഓഫ് എൻ അസെറ്റ് ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഡെപ്രിസിയേഷൻ. ഇറ്റ് റെപ്രസെൻറ്റ് ദ കറന്റ് വാല്യൂ ഓഫ് ദി അസെറ്റ്. ഇഫ് ഇൻ GDP ഡെപ്രിസിയേഷൻ ഇസ് ഡിഡക്റ്റഡ്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇതെന്താണെന്ന് മനസ്സിലായോ? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് മൈനസ് ഡെപ്രിസിയേഷൻ ആണ്. ഇതാണ് ഫോർമുല, ഗ്രോസ് മൈനസ് ഡെപ്രിസിയേഷൻ. ഇമാജിൻ ഇവിടെ ഒരു ബാറ്റ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഓക്കെ, ബാറ്റ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ബാറ്റ് നിർമ്മിച്ചു. ആ ഒരു ബാറ്റിൻ്റെ പ്രൈസ് 100 ആണെന്ന് വിചാരിച്ചോ. ക്ലിയർ? GDPയിലൊക്കെ ഒരൊറ്റ ബാറ്റ് മാത്രമേ കയറിയിട്ടുള്ളൂ. ഓക്കെ, GDPയിലൊക്കെ 100 കയറി. കാരണം ബാറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ ആകെ ഒറ്റ ബാറ്റ് നിർമ്മിച്ചുള്ളൂ. ആ ബാറ്റിൻ്റെ പ്രൈസ് 100 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഡെപ്രിസിയേഷൻ നോക്കുക. ആ ബാറ്റ് നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെഷീൻസിൽ നിന്ന് 10 രൂപ കുറഞ്ഞു എന്ന് വിചാരിച്ചോ. 10 രൂപ കുറഞ്ഞു. ആ ഒരു വർഷം, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയും. ഇപ്പോൾ ബാറ്റിൻ്റെ പ്രൈസ് 10,000 ഡെപ്രിസിയേഷനായിട്ട് ഒരു 5,000 കുറയും. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഒരു ബാറ്റിൻ്റെ പ്രൈസ് 100 ആണെന്ന് വിചാരിച്ചു. ആ ഒരു ബാറ്റ് മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. ഡെപ്രിസിയേഷൻ എന്ന് വെച്ചാൽ ഇമാജിൻ ഒരു 100 രൂപയുടെ ഒരു മെഷീനാണ് അവിടെ യൂസ് ചെയ്തത് ആ ഒരു വർഷം ബാറ്റ് നിർമ്മിക്കാനായിട്ട്. അപ്പോൾ വാല്യൂ കുറയുമല്ലോ, ആ ഒരു വർഷത്തിൽ വാല്യൂ കുറയും. 10 രൂപ കുറഞ്ഞെന്ന് വിചാരിച്ചോ. സോ 100 എന്ത് ചെയ്യുക, 10 മൈനസ് ചെയ്യുക. 90 ആണ് നെറ്റ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു 90. അതായത് ബേസിക്കലി ഹൗ മച്ച് ഇൻകം ഇസ് ലെഫ്റ്റ് ആഫ്റ്റർ കീപ്പിംഗ് മെഷീൻസ് ഹെൽത്തി, അതാണ് നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ GDP എന്താ? ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ബൗണ്ട് ഓഫ് എ കൺട്രി ഇൻ 1 financial year. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ പ്രൊഡക്ഷൻ ലെഫ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ടിങ് മെഷീൻ വിയർ. മെഷീൻ്റെ വാല്യൂ എത്ര ലോസ് ആയി അത് ഗ്രോസ് നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം കിട്ടുന്നതിനാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഗ്രോസ് വാല്യൂ ഇസ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ കൗണ്ടഡ് വിത്തൗട്ട് സബ്ട്രാക്ടിങ് ദ മെഷീൻ വിയർ. ശേഷം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നെറ്റ് വാല്യൂ കിട്ടും. സോ ഗ്രോസ് വാല്യൂ ഇവിടെ നോക്കുക, ഇവിടെ ഗ്രോസ് വാല്യൂ എന്ന് വെച്ചാൽ ആ ബാറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ 100 ബാറ്റ് നിർമ്മിച്ചു. 1,000 ആണ് ഒരു ബാറ്റിൻ്റെ പ്രൈസ്. 1 lakh പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഒരു 10 lakh പോട്ടെ, 10 lakh വേണ്ട, ഒരു 1 lakh വേർത്ത് ആയിട്ടുള്ള
മെഷീൻസ് അവിടെ വാങ്ങി ബാറ്റ് നിർമ്മിക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിചാരിച്ചോ, 1 lakhൻ്റെ മെഷീൻ. ആഫ്റ്റർ 1 year ഒരു 10,000 rupees ഡിഡക്റ്റ് ആവില്ല ആ മെഷീൻ്റെ വാല്യൂ നിന്ന് അത് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ 1 lakh എന്ത് ചെയ്യുക, 10,000 ഡിഡക്റ്റ് ചെയ്യുക. അതായത് ഗ്രോസ് എന്ത് ചെയ്യുക, ഡെപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുക. ഈ സമയത്ത് 90,000 കിട്ടും. ഈ 90,000 ആണ് നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് എന്ന് പറയുന്നത് 90,000 ആണ് നെറ്റ് എന്ന് പറയുന്നത്. അതായത് റിയലി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഹൗ മച്ച് ഇൻകം ഇസ് ലെഫ്റ്റ് ആഫ്റ്റർ കീപ്പിംഗ് മെഷീൻസ് ഹെൽത്തി, അതാണ് നെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മീൻസ് ടോട്ടൽ പ്രൊഡക്ഷൻ ലെഫ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ടിങ് ദി മെഷീൻ വിയർ. ഇതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സോ ഒരു ബാറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ 1 lakh വേർത്തായിട്ടുള്ള ബാറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. 1 lakhൻ്റെ മെഷീൻസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ 10,000 അതിൽ നിന്ന് റെഡ്യൂസ് ആവുമല്ലോ. ഗ്രോസ് മൈനസ് ഡെപ്രിസിയേഷൻ 1 lakh മൈനസ് 10,000 90,000. ഇതാണ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒന്നിച്ച് നിങ്ങൾ ഒരു റെഫറൻസ് ബുക്ക് എന്താണെങ്കിലും ഡെയിലി ഫോളോ ചെയ്യണം. പ്ലസ് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. റെഫറൻസ് ബുക്ക്സ് എന്തായാലും കയ്യിൽ വേണം. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അടുത്തത് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇൻകം മെത്തേഡ് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് മാത്രമേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുള്ളൂ, അഡോപ്റ്റ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ US, കാനഡ പോലുള്ള കൺട്രീസ്. കാരണം ഇൻകം മെത്തേഡ് വെച്ച് നിങ്ങളിപ്പോൾ ഒരു 10 രൂപയുടെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയപ്പോൾ അതിന് കൃത്യമായിട്ട് ബില്ല് കിട്ടുന്ന രാജ്യത്തെ ഇൻകം മെത്തേഡ് വർക്ക് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ US, കാനഡ, ഓസ്ട്രേലിയ അവിടെയൊക്കെ. എക്സ്പെൻഡിച്ചർ മെത്തേഡും പ്രൊഡക്ഷൻ മെത്തേഡ്, ഈ 2 മെത്തേഡാണ് ബേസിക്കലി ഇന്ത്യ പോലുള്ള കൺട്രീസൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കറിയാം പാനിപ്പൂരി, ബേൽപൂരി, മസാൽപൂരി, സേവാപൂരി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ഇൻഫോർമൽ സെക്ടേഴ്സ് ഉണ്ട്. അവർ ബില്ല് പോയിട്ട് ഒന്നും അവർ പേ ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഇൻകം മെത്തേഡ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡും പ്രൊഡക്ഷൻ മെത്തേഡും യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ മെത്തേഡിലൂടെ ബാറ്റ് നിർമ്മിച്ചു, ബോൾസ് നിർമ്മിച്ചു, ലാപ്ടോപ്പ് നിർമ്മിച്ചു, മൊബൈൽ ഫോൺ നിർമ്മിച്ചു, ഇങ്ങനെ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഡക്ഷൻ മെത്തേഡിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. ഒരാൾ നിങ്ങൾക്ക് എന്തായാലും ചിലവാക്കുമല്ലോ. എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ, സ്പെൻഡ് ചെയ്യുക. ആ സ്പെൻഡ് ചെയ്യുന്നതും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ബേസ് ചെയ്ത് GDP കൗണ്ട് ചെയ്യുന്നതിനാണ് എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇന്ത്യ യൂസ് ചെയ്യുന്നത് ഇതാണ്. സോ അതിൻ്റെ റീസൺ ലാർജ് ഇൻഫോർമൽ സെക്ടർ ആയതുകൊണ്ടാണ്. ക്ലിയർ? അപ്പോൾ ഇന്ത്യ യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണ്. നമുക്ക് എന്താണ് ഇത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 നോക്കാം. സോ നമ്മൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോവാം. ജസ്റ്റ് എ സെക്കൻഡ്. സോ ആക്ച്വലി ഒരു AC മാനുഫാക്ചർ ചെയ്യുന്നൊരു ഫാക്ടറി. ഓക്കെ, രാജ എന്നാണ് അത് നടത്തുന്ന ആളുടെ പേര്. സോ എപ്പോഴും നിങ്ങൾ പ്രൊഡക്ഷൻ മെത്തേഡിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഫോർമുല ഉണ്ട്. പ്രൊഡക്ഷൻ മെത്തേഡിൽ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു കുഞ്ഞൊരു ഫോർമുല ഉണ്ട്. ഫോർമുല എന്താണെന്നറിയോ? സോൾഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ആ ഒരു ഫോർമുല. ആക്ച്വലി ഈ ഫോർമുല എപ്പോഴും ഓർമ്മിച്ചിരിക്കുക. പ്രൊഡക്ഷൻ മെത്തേഡിലൊരു ഫോർമുലയാണ്. എന്ന് വെച്ചാൽ രാജ AC ആക്ച്വലി മാനുഫാക്ചർ ചെയ്യുന്നൊരു ഫാക്ടറി ഓണറാണ്. സോ ഇദ്ദേഹം 2023-24 ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം നോക്കുന്ന സമയത്ത് 20,000 AC ഗോഡൗണിൽ ബാക്കിയുണ്ട്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. കാരണം April 1-ാം തീയതി പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടായ സമയത്ത് ഇയാൾ ആദ്യം സെല്ല് ചെയ്യേണ്ടത് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ. ഇമാജിൻ നിങ്ങളൊരു ബിസ്ക്കറ്റ് മാനുഫാക്ചർ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം March 30 നോക്കുമ്പോൾ 12,000 ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ്സ് ബാക്കിയുണ്ട്. നിങ്ങളത് സെല്ല് ചെയ്തിട്ട് അടുത്ത ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമല്ല, അത് സെല്ല് ചെയ്തതിന് മുമ്പേ തന്നെ പിന്നെയും ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അത് സെല്ല് ചെയ്തിട്ടല്ല അടുത്ത ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കാരണം അത് കേട് വരുന്നൊരു സാധനം, അല്ലെങ്കിൽ ടൈം എടുക്കുമ്പോൾ ഡാമേജ് വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം കഴിഞ്ഞ് പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടായ സമയത്ത് ബാക്കിയുള്ള ആ ഒരു സ്റ്റോക്കിനാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000 ACs ആണ്. 20,000 AC ആണ്. ഓക്കെ, ഇതേ രാജ 2024-2025 ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2,50,000 AC സെല്ല് ചെയ്തു.
സോൾഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി 2024-2025 ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം മാർച്ച് 31 നോക്കുമ്പോൾ 30,000 AC ബാക്കിയുണ്ട്, ക്ലോസിങ് സ്റ്റോക്കായിട്ട് കയ്യിൽ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 2024-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 20,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് മാർച്ച് 31 നോക്കുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കാണുന്നത് 30,000 ആണ്. ആ ഫിനാൻഷ്യൽ ഇയറിൽ അദ്ദേഹം 2,50,000 AC സെല്ല് ചെയ്തു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇയാൾ എത്ര AC പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. 2024-25 എത്ര AC പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞാൻ പറഞ്ഞ ഇക്വേഷൻ എടുക്കാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ എന്താ? ആസ് സിമ്പിൾ ആസ് ദാറ്റ് AC എന്നല്ല, പ്രൊഡക്റ്റ് സോൾഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ 2024-25 എത്ര AC പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ക്വസ്റ്റ്യൻ. സെല് ചെയ്തത് 2,50,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000, ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ സെല് ചെയ്ത AC എത്രയാണ്? 2,50,000 മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു? 20,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു? 30,000. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് 2,60,000. 2,60,000 AC ആണ് ഇദ്ദേഹം എന്ത് ചെയ്തത് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്തത് 2,60,000 ACs ആണ്. 2,50,000 സെല് ചെയ്തു, 20,000 ഓപ്പണിംഗ് സ്റ്റോക്ക്, 30,000 ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രൊഡ്യൂസ് ചെയ്തത് നിർമ്മിച്ചത് 2,60,000 ACs ആണ്. കുഞ്ഞ് കോൺസെപ്റ്റ് ആണെങ്കിലും പക്ക പ്രോപ്പറായിട്ട് ക്ലിയർ ആയില്ലേ? സോ ഇതാണ് പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ. സോ ബേസിക്കലി പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ GDP ആസ് പെർ ദി പ്രൊഡക്ഷൻ മെത്തേഡ്, the value of total sales of goods and services plus the value of സ്റ്റോക്ക്, ബാക്കിയുള്ള സ്റ്റോക്കും അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. ഇത് രണ്ടും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ മെത്തേഡ് ടിപ്പിക്കലി കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ബൈ ആഡിങ് ടുഗെദർ ദി ഔട്ട്പുട്ട് ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ ഗിവൺ ഫ്രെയിം, യൂഷ്വലി ഇയർ. ദിസ് ഇസ് ഓൾസോ കോൾഡ് ഔട്ട്പുട്ട് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, മാർച്ച് 25 നോക്കുന്ന സമയത്ത് അദ്ദേഹം ഫിനാൻഷ്യലിൻ്റെ അവസാനം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 20,000 ACs ബാക്കിയുണ്ട്, ഫാക്ടറിക്കകത്ത് ബാക്കിയുണ്ട്. 24-25 ഫിനാൻഷ്യൽ ഇയറിൽ 2,50,000 സെല്ല് ചെയ്തു. മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 30,000 ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 20,000 ആണ്. 2,50,000 സെല്ല് ചെയ്തതാണ്, 2,60,000 ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. 2,50,000 എന്ത് ചെയ്താണ്? സെല്ല് ചെയ്താണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു? 20,000 ഫാക്ടറിക്കകത്ത് ബാക്കിയുണ്ടായിരുന്നു പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ആവുന്ന സമയത്ത്. 30,000 ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം മാർച്ച് 31 ബാക്കിയുള്ളതാ. മൊത്തം നോക്കുന്ന സമയത്ത് വിൽ ഗെറ്റ് 2,60,000. ഇതാണ് പ്രൊഡ്യൂസ് ചെയ്ത AC. ഇനി അടുത്ത 2025-26 ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോകുമ്പോൾ 30,000 ആയിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക്. പിന്നെ അദ്ദേഹം സെല്ല് ചെയ്തതും ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. സിമ്പിൾ ഫോമുല അല്ലേ? സോ GDP എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ബേസിക്കലി ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. സെല്ല് ചെയ്തത് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലിയർ ആണല്ലോ? എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഒരാൾ ഏൺ ചെയ്ത് ഒന്നിക്കലാൾ ചിലവാക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ സ്പെൻഡ് ചെയ്യുന്നു, അതൊക്കെ ബേസ് ചെയ്ത് GDP കൗണ്ട് ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇന്ന് ഓൺലൈൻ പേയ്മെൻറ്റ് വന്നതിന് ശേഷം ഇത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളാണ്. ഇൻ എ കൺട്രി ഇൻകം ഏൺ ഈസ് എയ്തർ സ്പെൻഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ സേവ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. ഒന്നുകിൽ നമ്മൾ സേവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് ബേസ് ചെയ്തിട്ട് GDP കൗണ്ട് ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് അടുത്ത പാർട്ട് കംപ്ലീറ്റ് ചെയ്താൽ പോരെ? ഓക്കെ, 23 മിനിറ്റ് ആയി ഓൾറെഡി. ഞാൻ 10 to 20 മിനിറ്റ്സ് ക്ലാസ്സാണ് നോർമലി എടുക്കാറ്, 23 ഒന്നും എടുക്കാറേ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു പാർട്ട് 2 ഞാൻ ബാക്കിയുള്ള പാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ആർ ഫ്രീ ടു ആസ്ക് എനി ടൈം. വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ടെലിഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ.